കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകനും ഉടമയുമായ CJ റോയ് ആത്മഹത്യ ചെയ്തത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ടാണെന്ന് ഒരിക്കലും നമുക്ക് കരുതാൻ വയ്യ. അതിനുള്ള സാധ്യത വിരളമാണ്. താൻ എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യവസായിയാണ് റോയ്. അദ്ദേഹത്തിന് 13 ലക്ഷം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അതിൽ നല്ലൊരു വിഭാഗവും ജെൻസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ. റോയിയുടെ ആത്മഹത്യ ഒട്ടേറെ ചോദ്യങ്ങൾ മലയാളിയുടെ, വിശേഷിച്ചും യുവതലമുറയുടെ, ജെൻസ് ഉൾപ്പെടെയുള്ള യുവതലമുറയുടെ മുന്നിലേക്ക് ഉയർത്തുന്നുണ്ട്. താനൊരു വിജയമാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് CJ റോയ്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ബക്കറ്റ് ലിസ്റ്റിലല്ല, തൻ്റെ ഡ്രം ലിസ്റ്റിലുള്ളത് മുഴുവൻ നേടിക്കഴിഞ്ഞു. അപ്പോൾ മലയാളിയുടെ മുമ്പിലുള്ള ചോദ്യം, എന്താണ് കോൺഫിഡൻസ്, എന്താണ് വിജയം? റോയ് ജീവിതത്തിൽ വിജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ ചെയ്തത്? റോയിയെ നയിച്ചത് ലക്ഷ്യമാണോ അതോ വഴിയിലെ വൃത്തിയാണോ? ഒരു കാര്യം ഉറപ്പാണ്, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വ്യക്തമായി ഉത്തരമോ തെളിവോ നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം റോയിയുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് വരുമ്പോൾ ഇവിടെയാണ് എന്താണ് വിജയമെന്നും വിജയത്തിൻ്റെ വഴിയുടെയും പ്രത്യേകത ഓരോ മലയാളിയും, ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത്.